നമസ്കാരമുണ്ട്. ആ നിന്നെ കണ്ടില്ലൊന്ന് ഇപ്പോൾ ഓർത്ത് എന്തേ ഉടക്കാണോ? ഉടക്കോ? നിൻ്റെ അടുത്ത് എന്ത് ഉടക്കാനാ? എങ്ങനെയെങ്കിലും ഈ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചെടുക്കണം. പിന്നെ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ. ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് വണ്ടി ഓടിച്ച് നീ ഇവിടെ വരും. ഇപ്പോഴൊന്ന് സമാധാനമായത്. എങ്ങനെ പോകണം നിൻ്റെ സീരിയൽ ഷൂട്ടൊക്കെ? ഇന്നലെ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കേണ്ടി വന്നു. ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോണേ. ഹേയ് കുഴപ്പമില്ല, ടി വിയിലെ റേപ്പിൽ ഒന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഒരു പുതിയ പടത്തിൽ നിന്നൊരു ചെറിയ റോള് റെഡി ആയിട്ടുണ്ട്. ശരിക്കും? ആരോടെങ്കിലും പറയാൻ കൊല്ലും ഞാൻ. സിനിമയുടെ കാര്യം നടന്നു അത്ര തന്നെ. അതൊക്കെ നടക്കും. ഓഹോ, ഇവിടെ സൊറ പറഞ്ഞിരിക്കല്ലേ? മേഡം എത്രയോ നേരം അവിടെ അന്വേഷിക്കുന്നു. അയ്യോ, ഈ ചായ മുഴുവൻ കുടിച്ചതിൻ്റെ അത്യാവശ്യമുള്ളൂ. അവിടെ കുടി. എൻ്റെ സുധി, ജപ്പാനിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അമേരിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ എന്നിട്ടും അവർ അന്വേഷിച്ചു വരുന്നു. വൈ? ബിക്കോസ് ദേ ഹാവ് ദ നോളജ്. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഹായ്. കേറി വാടോ. ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ, ഞാനിപ്പോൾ ബോർഡിലൊരു സെന്റൻസ് എഴുതാം. ജെസ്സി, എന്താ സംഭവം? എന്തോ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ആത്മവിശ്വാസവും ഒക്കെ നന്നാക്കാനുള്ള പരിപാടിയാണ്. പുതിയ പാർട്ട് ടൈം അപ്പോയിൻമെൻ്റ് ആയി കല്യാണി. മാനേജ്മെന്റിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള കുറിപ്പിന്റെ പുതിയ നമ്പർ ആയിരിക്കും. പിശാശി. ഇവിടെ നിനക്ക് പരിചയമുണ്ടോ? ഇവളെ കണ്ടല്ലോ. ഒറ്റ ചവിട്ട് കൊടുക്ക വേണ്ട. എനിക്കെന്നാ അവരെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഈ കല്യാണം നടക്കാൻ പോണില്ല. ഓ പിന്നെ സിക്സ്ത് സെൻസിൽ എന്നെ അമ്മൂമ്മയ്ക്ക്. കഷ്ടായി. എന്താ അയാളുടെ പേര്? സൂസു സുധി. നീ അധികം കളിയാക്കല്ലേ. എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചോ? ഏയ്, പുള്ളിക്കാരന് ഇപ്പൊ പെൺവർഗത്തിനോട് തന്നെ കംപ്ലീറ്റ് ശത്രുതയില്ല. മെയിൻ വില്ലത്തി ഞാനും. സ്കൂള് കഴിഞ്ഞൊരു ഹലോ പറഞ്ഞപ്പോ മിണ്ടാതൊരു പോക്ക്. നീ അന്ന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. ദേ, വെറുതെ എന്റെ കുറ്റബോധം വളർത്തല്ലേ അമ്മൂമ്മേ. അയാളുടെ പാടായി. അതുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടു. 3 മാസേ നീ ഉണ്ടാവുള്ളൂ എന്ന് സ്കൂളുകാരോട് പറഞ്ഞില്ലേ? ഓ, അതന്നെ അവർക്ക് കൂടുതലാ. സ്കൂൾ ഏതോ സർട്ടിഫിക്കേഷന് പോണുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടാ അത്ര തന്നെ. പക്ഷെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടീച്ചേഴ്സും. ഓ, ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കന്നെ. വാ തുറന്നാ നിർത്തില്ല. ഇത്തിരി വെള്ളം കുടിക്ക. ഏതായാലും 3 മാസത്തെ ഈ തൊഴിലില്ലായ്മ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. പരമാവധി ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാൻ പോവാ. അമ്മ നോക്കിക്കോ. ബഷീർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അതുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അതനുസരിച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ? ഇതും അത്രയേ ഉള്ളൂ. ആദ്യം ഈ കുറവുണ്ടെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുക. സിമ്പിൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നൊരു നാണക്കേടില്ലേ? അതിനാ ചികിത്സ വേണ്ട, അല്ലാതെ വിക്കിനല്ല. വിക്കില്ലാത്തവർക്ക് എന്താ ഇവിടെ കാര്യം? സുധി, മീറ്റ് കല്യാണി. ഷീസ് എ ട്രെയിനർ ഇൻ SSG ബാംഗ്ലൂർ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹർ. നിങ്ങൾ തമ്മിൽ മുമ്പേ പരിചയമുണ്ടല്ലേ? മറ്റുള്ളവരുടെ കല്യാണം മുടക്കലല്ലേ ഇയാളുടെ പ്രധാന പണി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ഇന്നലെ ഷീലയ്ക്കൊരു മെയിൽ അയച്ചിരുന്നു. ആ പേരിനി ഒരിക്കലും മിണ്ടി പോരുത്. എനിക്ക് അവൾ ഇതുവരെ മറക്കാൻ പോലും പറ്റിയിട്ടില്ല. അറിയാതെനിക്ക്. ഐ എം നോട്ട് സോറി ഫോർ വാട്ട് ഐ ഡിഡ്. അന്ന് ഞാൻ പറഞ്ഞ തന്നെയാ ശരി. ഇയാളാരാ? ദൈവോ? ശരിയും തെറ്റൊക്കെ വിധിക്കാൻ. ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ ഞാനില്ല. ഒരു കാര്യം കൂടി. എന്താ? സ്റ്റോപ്പ് ഫോളോയിങ് മീ. എന്താ ഇതിലുള്ള ഇത്ര തമാശ ചിരിക്കാൻ? വിജയ് ബാബു സാറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും.
നാട്ടിലും വിദേശത്തുമായി പല വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് വിജയ് ബാബു സാർ ഇനി നമ്മോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അറിവും കുറിപ്പിന്നത്തോടെ തന്നെ ഇയാളെ കുപ്പിയിലാക്കുമല്ലോ. അടിച്ച് പൊക്കണം കേട്ടില്ലേ? നമ്മളിൽ ഓരോരുത്തർക്കും അദ്ദേഹം പകർന്നു തരും എന്തൊരു എന്ന handsome. കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഹൃതിക് റോഷനെ പോലെയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വിജയ് ബാബു സാർ തന്നെ നിങ്ങളോട് പറയും. സാർ, മൈക്ക്. സത്യത്തിൽ വല്ലാത്തൊരു എംബാരസിങ് മൊമെൻ്റാണിത്. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കെന്താ തോന്നുക? അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. ഷു, ഇങ്ങേർക്ക് ഈസി ആയിട്ട് സിനിമയിൽ അഭിനയിക്കാന്നേ ഉള്ളൂ. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 4-5 ക്ലാസ് മുറികളുള്ള ചെറിയൊരു സ്ഥാപനമായിരുന്നു. അച്ഛനും അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ സൽപ്പേര് ഞാനായിട്ട് ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ വേറെ ജോലി നോക്കാനും സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്ര നാൾ ഏറ്റെടുക്കാതിരിക്കാനും എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. എനിവേ, ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കാണും. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു കൊളീഗായിട്ട് കാണും. സോ താങ്ക് യു. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. എന്തല്ല ശബ്ദം, എന്താ പ്രഭ? ഏത് പ്രഭ? ആ ഗാംഭീര്യം. പകുതി ചാടയാടാ. എനിക്ക് കുടുംബമായിട്ട് കാശുള്ളവരെ 10 പൈസയുടെ വിലയില്ല. ഇപ്പൊ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല. പക്ഷെ ഷാറുഖ് ഖാൻ അവൻ കൊള്ളാം. പറഞ്ഞു വരുമ്പം നമ്മുടെ പ്രായമുള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ, നമ്മളെവിടെ? അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേരാ വിജയ് ബാബു. വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ബാബു. ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? 6th. ഈ പെണ്ണ് കൊള്ളാട്ടോ, കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഉവ്വ, വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. നീ മുട്ട കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള കോഴിക്കുഞ്ഞില്ലേ, അതാണ് ഈ സാധനം. നീ മൈൻഡ് ചെയ്യണ്ട. സുധി, ആ ബഷീർക്ക, ഞാൻ തിരക്കിൽ കണ്ടില്ല. അത് ശരി. ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാ. മരുമോൾ പോരൊക്കെ ഇപ്പൊ മാറിയോ ബഷീർക്ക? അതാ രസം. വേനുണ്ടാവില്ല എന്ന് ഫോൺ വന്നപ്പം സൂറ തന്നെയാ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നന്നായി. ഈ കുട്ടിയോട് അതിന് നന്ദി പറയായിരുന്നു ഞാൻ. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ റിലാപ്സ് വരും. അപ്പോഴും എനർജി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഈ വിക്കെന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറാൻ പോണില്ലേ. വെരി ഗുഡ്. ഇതന്നെയാ സുധിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമറിന് നമുക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഡയലോഗ് അല്ല, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഈ പെണ്ണൊരുമ്പെട്ടാൾന്ന് പറഞ്ഞ ഇതാണ്. എൻ്റെ വീട്ടിലുണ്ട് 2 എണ്ണം. ഡേ, ആദ്യം ഈ കഥയൊന്ന് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് അയ്യോ മുകേഷ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്താ ഫോട്ടോ ഓ ഞങ്ങളൊന്ന് എടുത്തോട്ടൊന്ന് മാറിയെന്നേ. ഒന്ന് ചിരിച്ചോണേ. ഒന്നും എടുത്തോട്ടെ. ഇതാ ഞാൻ സിനിമയിൽ അഭിനയിക്കാത്ത ശല്യാന്നേ. താങ്ക്സ്. ഓ മിസ്റ്റർ മുകേഷ്, എന്തോ സ്വല്പം കൂടി സെലക്റ്റീവ് ആവണം കേട്ടോ. ഓ ശരി. സിനിമ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ആ ഫ്ലോ അങ്ങ് പോയി. എന്നിട്ട് 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 ഉബേ എന്നിട്ട് ഇവിടെ പഠിക്കുന്ന ചില പിള്ളേരുടെ വീട്ടിൽ ഹോം തിയേറ്റർ വരെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്കൂളിൽ വെച്ചൊരു ഫിലിം ഷോ വേണോ? മാത്രമല്ല പല പേരൻസും ഇതെപ്പോഴും ഇതൊന്നും വരില്ല. ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ താരി ജമീൻ പരൊക്കെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് കാണേണ്ട സിനിമയല്ലേ. 7 മണിയായിട്ട് എല്ലാവരും ശുഷ്കാന്തി കണ്ടില്ലേ. ഒരു മുതലാളി വന്നതിൻ്റെ വ്യത്യാസം അത്. നിർമ്മല, ഇതെന്ത് ലിസ്റ്റാ ഇത്? കല്യാണി ഇപ്പൊ എങ്ങനെയാ പോകുന്നേ? ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. അയ്യോ അത് വേണ്ട. സുധി, സുധി പോണ വഴിക്ക് കല്യാണി വീട്ടിലേക്ക് ആക്കിക്കോ. സമയം ഇത്രയായില്ലേ? അയ്യോ വേണ്ട മാം, ഞാൻ പൊക്കോളാം. മാത്രമല്ല എൻ്റെ വണ്ടിയില്ല. ഓ, വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ഓടിച്ചിട്ട്. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. നീ ഈ കുട്ടിയെ വിട്ടിട്ട് പോയാൽ മതി. കുട്ടികൾക്ക് സ്കൂളിൽ കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് സിനിമ ആരെ സമയം പറയും. എന്താ
ഒന്നുമില്ല, സാർവവിജ്ഞാനകോശമല്ലേ. താരേ ജമീൻ പറഞ്ഞ എന്താ കുഴപ്പം? കുട്ടികൾക്ക് വേണ്ടത് എന്താ ചിത്രത്തിലുള്ള ഇറ്റ്സ് എ ഫിലിം ഫോർ പാരൻസ്. കുട്ടികൾ അഭിനയിക്കുന്ന സിനിമയല്ല, കുട്ടികളിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് കുട്ടികളുടെ സിനിമ. ഞാനങ്ങനെ ആലോചിച്ചിരുന്നില്ല. എങ്ങനെ ആലോചിക്കാനാ? ആ മുട്ടയിൽ നിന്ന് പുറത്തു വന്നല്ലേ ഇതൊക്കെ കാണാൻ പറ്റും. എന്ത്? നത്തിങ്. എനിക്ക് കുറെ പേരുണ്ടല്ലോ. മൊട്ട, സർവവിജ്ഞാനകോശം, കല്യാണം മുടക്കി. ശരി. ശരിക്കും ടീച്ചറെ പേരെന്താ? കല്യാണി. കല്യാണി. എന്നാ കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് മൂവി സുധി സജസ്റ്റ് ചെയ്യോ? തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സുധിക്കറിയില്ല. രാവിലെ തൊട്ട് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, കുറച്ച് റെസ്റ്റ് കൊടുത്തുകൂടെ അതിന്? Give it to me. You can read for yourself. സുധിയുടെ ബ്ലോഗാണത്? അല്ല, എൻ്റെ മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ബ്ലോഗാ. സുധി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ബുക്സൊക്കെ തിന്നാറുണ്ട്. കുട്ടിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. അപ്പോൾ കാണാം കല്യാണി ടീച്ചറെ. ശരി എന്നാ. ശരി. കായാമ്പൂ നിറമായി പ്രിയ രാധ കൈതൊട്ട പൂവിനൊക്കെ നിൻമുഖമായി. നല്ല ഭാവന. ആരായി രാധ? ഷീല? എഴുതിയ പോലെ തന്നെ ഒക്കെ ഒരു ഓർമ്മ മാത്രമായി. ഐ എം സോറി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇന്ന് സുധിയോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ എൻ്റെ ഏട്ടനെ ഓർമ്മ വന്നത്. അച്ഛൻ ഓർമ്മ വരായിരുന്നു, നന്നായി. ഏട്ടനും ഉണ്ടായിരുന്നു സ്റ്റാമറിങ്. അത് വലിയൊരു പ്രോബ്ലമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാനുള്ള എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ഏട്ടനാ. ഇൻഫോസിസിലെ പ്രൊജക്ട് മാനേജറാ കക്ഷി ഇപ്പോൾ. ഒക്ടോബറിൽ ബാംഗ്ലൂരിൽ പുതിയ ജോലിയിൽ എനിക്കും ജോയിൻ ചെയ്യേണ്ടി വരും. അത് വരേണ്ടാവും എന്നെ കൊണ്ട് ഈ ശല്യം കേട്ടോ. ഇവിടുത്തെ കൃഷിക്കാരി അമ്മമ്മയ്ക്ക് ചെറിയൊരു വട്ടുണ്ടോ? അല്ല, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന തള്ളമാരെ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്നതെന്ന് കേട്ടു. എന്തേ, അവർക്ക് പാട്ട് പഠിച്ചൂടെ? സ്കൂളിൽ പോണവരെ എൻ്റെ കെയർ ടേക്കറായിരുന്നു അമ്മൂമ്മ. ഞങ്ങൾ കുറേ പേരക്കുട്ടികളെ നോക്കി വളർത്തിയ അമ്മൂമ്മയുടെ ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് പോയത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസായി തറവാട്. മുപ്പത്തേരി കിടന്നു കാണോ? കിടന്നെങ്കി എന്താ, വല്ല ദുരുദ്ദേശമുണ്ടോ? ഗുഡ് നൈറ്റ്. ഗ്രേഗന്റെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. ശ്രീദേവി മാഡത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു 25 days കണ്ടിന്യൂസ് ഷൂട്ടെന്നാ സെറ്റിന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സിനിമയല്ലേ? അതെ, പക്ഷേ ഗ്രേഗൻ പോയ അവിടുത്തെ പീരീഡ്സ് ഒക്കെ ആര് ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെ വരുമ്പം എൻ്റെ ക്ലാസ്സസ് അക്കാഡമിക് പീരീഡ്സ് ആയിട്ട് മാറ്റാറാ പതിവ്. അതുപോലെ ഈ പ്രാവശ്യം കൂടി എന്തെങ്കിലും. സ്കൂൾ റൂൾസ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാറ്റുന്നത് ശരിയാണോ? സാറ് പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ യു ടു മേക്ക് എ ചോയ്സ്? ഈ സ്കൂളിന് ഗ്രേഗന് ആവശ്യമുണ്ട്, പക്ഷേ 2 വെള്ളത്തുള്ള ഈ പരിപാടി നമ്മളെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യില്ല. ശരിയല്ലേ? ഞാൻ റിസൈൻ ചെയ്തോളാം സാർ. സിനിമയാണ് ഗ്രേഗൻ്റെ പ്രയോറിറ്റി എങ്കിൽ ഞാൻ എതിർക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? ശ്രീദേവി മാഡത്തിനോടും കുറുപ്പ് സാറിനോടും ഞാൻ പറഞ്ഞോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അച്ഛനമ്മയെ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ജോലി കൂടി ഇല്ലാത്തതുകൊണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ? ഒരു വീടോ പറയത്തക്ക ബന്ധുബലമോ വരുമാനമോ ഒന്നുമില്ല, എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അച്ഛനമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഒരു LD ക്ലർക്കിൻ്റെ ആലോചന വന്നിട്ടുണ്ട്. അച്ഛനത് മിക്കവാറും ഉറപ്പിക്കും. ഞാൻ എന്താ വേണ്ടത്? കുറിപ്പ് സാറിനൊന്ന് മണിയടിച്ച് വെച്ചോ. സിനിമാ പനി ഞാൻ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല വെച്ചാൽ ഇങ്ങോട്ട് മടങ്ങി വരാമല്ലോ. എന്തിന്? എൻ്റെ സുധി, ഇത്ര വലിയ ലോകമല്ലേ, നമുക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ, നടക്കുന്നവനാണ് നടൻ. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ ആദ്യമായിട്ട് കാണാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഞങ്ങളൊന്നും മറക്കല്ലേ ഗ്രേക്ക? നോക്കാം. നീ സംഭവം എന്താ അന്വേഷിച്ച് നോക്ക്. കൊടൈക്കനാൽ പോക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം. മോളെ തരേ. എടാ, വിളിച്ച ആ കുട്ടിക്ക് കേൾക്കില്ലല്ലോ. മോളെ മോള് നോക്ക്, ഒന്നും കേട്ടോ. മോന എന്താണ്? നീ ഇവള് വീട്ടിൽ കൊണ്ട് വിട്, ഞാനിപ്പോൾ വരാം. നീ ഇതെങ്ങോട്ടാ? സാർ പ്ലീസ്, ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് മാഡം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നാളത്തെ PTA മീറ്റിംഗിൽ മെയിൻ അജണ്ട അത് തന്നെയാ. പൊട്ടിയായ മോൾക്ക് ഒരു അവതാരം ചെയ്തു കൊടുത്തപ്പോ തല കയറി വെട്ടാൻ നോക്കേ. ഈ കുറിപ്പിന് ശരിക്കും അറിയില്ല അവൾക്ക്. നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അത് വേണോ? നീ അത് മറന്നേക്ക്. നിനക്കൊന്നും അറിയില്ല, മനസ്സിലായല്ലോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടി എടുക്കണോ? തന്റെ മുഖത്ത് കണ്ടില്ലടോ? കണ്ടില്ലേ? എന്തിനാ അവൻ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. എന്തെങ്കിലും അവൻ അറിഞ്ഞാ പിന്നെ നീയില്ല. വാ തുറന്ന കൊന്നുകളെന്നായേ. വടസുതി, എന്തെടിയാടോ താനടിച്ചേ? സോറി സാർ. ഞാൻ ഒരു തമാശ പറഞ്ഞോടോ. താനിരിക്കും. താന്ന് വെച്ചിരിക്കടോ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. തന്നെ എല്ലാവരും പുറത്ത് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. അതാ ഞാൻ വിളിപ്പിച്ചേ.
ഈ ഉണ്ടായതിൽ തനിക്കൊരു റോളില്ല കേട്ടോ. അതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹാർട്ടിൽ ചെറിയൊരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഡിഫക്റ്റാ. അതിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും. പിന്നെ സ്കൂളിൽ നിന്നത്തെ ടെൻഷനെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് വിജയ്ക്ക് ഒരു ബോധമില്ലാത്തതാ മെയിൻ പ്രോബ്ലം. എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാനൊരു ഡോക്ടറെ തന്നെ കെട്ടി. ട്രീറ്റ്മെൻറ്റ് 24 hours കൂടെ തന്നെ കാണും. എൻ്റെ കണ്ടീഷനിൽ ഹൈക്കിങ്ങും സ്വിമ്മിങ്ങൊന്നും അധികം പാടില്ലെന്ന്. എനിക്കിഷ്ടം അതൊക്കെ തന്നെ. പിന്നെന്ത് ചെയ്യാന്? നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ. തനിക്ക് വിക്കും, എനിക്ക് ഹാർട്ടും, അത്രയുള്ള ഡിഫറൻസ്. ഇത്തിരി കഞ്ഞി കഴിക്കൂ. മോളെ, ഈ മാങ്ങ തിന്നു നോക്ക്. നല്ല ഉപ്പിലിട്ട മാങ്ങയാ. ഒന്ന് കൊണ്ടുപോണ്ട അവിടുന്ന്. ഇത്തിരിയുള്ള കുട്ടിക്കാ മാങ്ങ ഉപ്പിലിട്ടത്. ഒരു രുചിക്കേ. കഴിക്ക്. ഇത്തിരി കഞ്ഞി കുടിക്കും മോളെ. എന്താ കുട്ടി ഇത്? ഇതിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടാക്കണുണ്ടോ നീ? രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയേണ്ടി ചേച്ചൂരാ? എന്താടാ മുഖം വല്ലാതിരിക്കണേ? ഒന്നുമില്ല. മനുഷ്യനിട്ട് തീ തെറ്റിക്കേണ്ട കാര്യം എന്താ വെച്ചാ പറയടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അമ്മ കഴിക്കാൻ നീ എടുത്ത് വെക്ക്, ഞാൻ കൊടുത്തോളാം. എന്റെ ഈശ്വര, എന്തൊരു ദുരിതമായത്. കഞ്ഞി ഇഷ്ടമില്ല എന്നാ തോന്നണേ. പുളിശ്ശേരി കൂട്ടി കുറച്ച് ചോറ് കൊടുത്താലോ? ഒന്നും വേണ്ട, അച്ഛൻ ചെല്ലു. എന്തൊക്കെ ഉണ്ടായാലും മോക്ക് നാളെ തന്നെ ഞാൻ അമ്മയെ കാണിച്ചു തരും. അതേനെ നോക്കിയേക്ക ചുമ്മാ മെനക്കേട്. സ്കൂളിലേക്കല്ലോ സുധേ? പിന്നെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലോ? നിനക്കെന്താ അവിടെ കാര്യം? എന്നാ കയറിക്കോ, സ്റ്റേഷന് മുകളിൽ ചവിട്ടി തരാം. ഇല്ല. എന്താടാ, വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. രാജേട്ടാ പോവാ. കേറണ്ടാ. കേറ് 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 കേറ്. പെട്ടെന്ന് കേറ്. എങ്ങോട്ടാണോ? പോലീസ് സ്റ്റേഷൻ.